ഹലോ, നമ്മളിന്നിപ്പോൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ പോലെയാണ് നമ്മളിന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് റെസ്റ്റ് ആൻഡ് മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടേംസിനെ കുറിച്ചിട്ടാണ്. റെസ്റ്റ് ആൻഡ് മോഷൻ, ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ പോയിൻ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ പേഴ്സൺ, അനദർ പോയിൻ്റ്. ഇപ്പോൾ നോക്കിയേ, ഈ ഒരു പോയിൻ്റ് എ ആഫ്റ്റർ എ ടൈം ടി, അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എയിൽ തന്നെയാണെന്ന് വിചാരിക്കുക. 0 സെക്കൻഡ്സിൽ ഇതിൻ്റെ പൊസിഷൻ എ ആണ്. ആഫ്റ്റർ എ ടൈം ടി എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബി ആയി മാറിയെന്ന് വിചാരിക്കുക, 5 സെക്കൻഡ്. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തിലായിരിക്കും? മോഷനിലായിരിക്കും. ഇഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, if an object changes its position with respect to time, then object is said to be in motion. ഇനി എ എന്ന് പറയുന്ന ആൾ വെച്ച് ഓക്കെ, ഈ എ എന്ന് പറയുന്ന പൊസിഷനിൽ ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നു. ആഫ്റ്റർ 5 സെക്കൻഡ്സ് അതിൻ്റെ പൊസിഷൻ വീണ്ടും എ തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുക? ദർ ഇസ് നോ ചേഞ്ച് ഇൻ പൊസിഷൻ, ചേഞ്ച് ഇൻ പൊസിഷൻ. അപ്പോൾ ഒബ്ജക്റ്റ് എന്തിലാണ്? റെസ്റ്റിലാണ്. ഓക്കെ, ഇനി സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കുക. ഇങ്ങനെ ജസ്റ്റ് സിറ്റുവേഷൻ ആലോചിക്കുക. ഇവിടെയാണ് എ എന്ന് പറയുന്ന പോയിൻ്റ്, ഇവിടെയാണ് ബി എന്ന് പറയുന്ന പോയിൻ്റ്. ഇവിടെ ഒരു ചെക്കൻ നിൽക്കുന്നുണ്ട്, ഒരു ബോയ് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ബസ് പോകുന്നു. ആ ബസ് പോയി കഴിഞ്ഞിട്ട് ആഫ്റ്റർ 0 സെക്കൻഡ്സിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ആഫ്റ്റർ 5 സെക്കൻഡ്സ് ബസ് ഇവിടേക്ക് മാറ്റുന്നു. പിന്നെ ഒരു 5 സെക്കൻഡിന് ശേഷം സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകുന്നു. അങ്ങനെ കണ്ടിന്യൂസ്ലി സമയം മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ദെൻ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ. ഓക്കെ, ഇനി ബസ് സ്റ്റോപ്പിൽ തന്നെ നിൽക്കുകയാണ്. 5 സെക്കൻഡിന് ശേഷം വണ്ടി അവിടെ തന്നെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ദെൻ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി അറ്റ് റെസ്റ്റ് ആണല്ലോ. ക്ലിയർ ആണല്ലോ. ഇനി വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ബോയ് മൂവ്സ് അലോങ് വിത്ത് ദ ബസ് വിത്ത് ദ സെയിം വെലോസിറ്റി? അതായത് ബസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ ബോയ് പിന്നെ ഇന്ന പൊസിഷനിൽ, ഇവിടെ എന്ന് പറയുന്ന പൊസിഷനിലായിരുന്നു, ഇവിടെയാണ് ബോയ് നിൽക്കുന്നത്. 5 സെക്കൻഡിന് ശേഷം ബോയ് ഇവിടെ തന്നെ എത്തിയെന്ന് വിചാരിക്കുക. അതായത് ബസ് മൂവ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ ബോയ് മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക. അവൻ്റെ ഒരു ബൈക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, അതേ സ്പീഡിൽ തന്നെ മൂവ് ചെയ്ത് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? സെയിം പൊസിഷനുണ്ട്, സെയിം പൊസിഷനുണ്ട്, സെയിം പൊസിഷനുണ്ട്. മനസ്സിലായ? അപ്പോൾ ബോയിനെ സംബന്ധിച്ചിടത്തോളം ബസ്സിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം ബോയും അതിനോടൊപ്പം തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായ? അപ്പോൾ എപ്പോഴാണ് റെസ്റ്റും മോഷനെന്ന് നമുക്ക് പറയാൻ പറ്റുക? വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ, അതായത് നോക്കുന്ന ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മോഷനിലാണെങ്കിൽ. വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ, ഇഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു observer, if an object changes its position then we can say it is in motion. അതർവൈസ് നമുക്ക് എന്തെന്ന് പറയാനായിട്ട് പറ്റത്തില്ല, അത് റെസ്റ്റിലാന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ പുറത്ത് നിന്ന് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ഒരു വായ നോക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബസ് മൂവ് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ആ ആൾക്കാരും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ഒരാൾ ബസ് ഈസ് ഇൻ മോഷൻ, കാരണം അതിൻ്റെ പൊസിഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിനകത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിലോ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം അതിനകത്തുള്ള യാത്രക്കാർ ഇരിക്കുകയാണ്, അവരുടെ പൊസിഷൻ മാറുന്നില്ല. വിത്ത് റെസ്പെക്ട് ടു പേഴ്സൺ സിറ്റിംഗ് ഇൻസൈഡ് ദ ബസ്. മനസ്സിലായല്ലോ? അപ്പോൾ റെസ്റ്റും മോഷൻ എന്ന് പറയുന്നത് റിലേറ്റീവും കൂടിയാണ്. റെസ്റ്റും മോഷനും എന്ന് പറയുന്നത് എന്തും കൂടിയാണ്? റിലേറ്റീവും കൂടിയാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. മനസ്സിലായല്ലോ? ശരി. ഇനി എ എന്ന് പറയുന്ന ടൗണിൽ നിന്ന് ബി എന്ന് പറയുന്ന ടൗണിലേക്ക് ഒരു ബസ് മൂവ് ചെയ്യുകയാണ്. ആ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക, യെസ്. അപ്പോൾ ടോട്ടൽ പാത്ത് ട്രാവൽഡ്, അല്ലെങ്കിൽ ആ പോയ വഴിയുടെ മൊത്തം ലെങ്ത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാത്ത് ലെങ്ത്ത് അഥവാ ഡിസ്റ്റൻസ്. മനസ്സിലായല്ലോ? എയിൽ നിന്ന് ബി എന്ന് പറയുന്ന ടൗണിലേക്ക് പോകാനായിട്ട് ഈ ബസ് ട്രാവൽ ചെയ്തിട്ടുള്ള മൊത്തം പാത്തിൻ്റെ ലെങ്ത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാത്ത് ലെങ്ത്ത് അഥവാ ഡിസ്റ്റൻസ്. ഇനി ഒരാളുടെ അടുത്ത് ചോദിക്കാമെന്ന് വിചാരിക്കുക, ബസ് എവിടെ നിന്ന് ഏത് ടൗണിലേക്കാണ് പോയതെന്ന്. ആ കാണുന്ന ടൗണിലേക്കാണ് പോയത്, അല്ലെങ്കിൽ ആ കിഴക്കോട്ടുള്ള ടൗണിലേക്കാണ് പോയത് എന്നാണ് നമ്മൾ ജനറലി പറയുക. അപ്പോൾ അവിടെ നമ്മൾ അളക്കുന്നത് എന്താ? എയിൽ നിന്ന് ബിയിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ചോദ്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് പോയാൻ എത്ര ദൂരം ഉണ്ട് എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ പാത്ത് ലെങ്ത്ത് മൊത്തം നിങ്ങൾ അളന്നെടുക്കണം. പക്ഷേ എയിൽ നിന്ന് എവിടേക്കാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ആ കാണുന്ന വെസ്റ്റിൽ കാണുന്ന ആ പട്ടണത്തിലേക്കാണെന്ന് പറയുക. അപ്പോൾ ലിറ്ററലി നമ്മൾ അളക്കുന്ന സാധനം എന്താണ്? ആ 2 പോയിന്റുകൾ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ആ 2 പോയിന്റുകൾ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്.
അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷൻ ഉണ്ട്. നേരെ മറിച്ച് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, അതിനെന്തില്ല, ഡയറക്ഷൻ ഇല്ല. രണ്ടിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്, മീറ്റർ. ക്ലിയർ അല്ലേ? യെസ്. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്പീഡ് എന്നാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. എന്തിനെങ്കിലും റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു വിളിക്കുന്നു? സ്പീഡ് എന്ന് പറഞ്ഞു വിളിക്കുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിനെ എന്തെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു? വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. സ്പീഡ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, കാരണം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണെന്ന് നമ്മൾ പറഞ്ഞു. സ്കേലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. എത്ര കിലോമീറ്റർ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 കിലോമീറ്റർ പോയി എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ. നേരെ മറിച്ച് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് എവിടേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 കിലോമീറ്റർ അപ്പുറമുള്ളൊരു പട്ടണത്തിലേക്ക് പോയി എന്നല്ലേ പറയുള്ളൂ. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ അളക്കുള്ളൂ, അതിന് ദിശയും വേണ്ടേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ് സ്കേലാർ ആയതുകൊണ്ട് തന്നെ സ്പീഡും ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. നേരെ മറിച്ച് വെലോസിറ്റിയും എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്. ഇനി ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ. ടൈമിൻ്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? സ്പീഡിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ? വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. യെസ്. ഇനി നോക്കിക്കോ, അടുത്ത സംഗതി നിങ്ങൾ നോക്കിക്കോ. യെസ്, ഈ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ സ്പീഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആവറേജ് സ്പീഡ്, അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ആദ്യം നമുക്ക് ആവറേജ് സ്പീഡ് നോക്കാം. ആവറേജ് സ്പീഡ് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. എങ്ങനെയാണ് ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന പട്ടണമുണ്ട്, ബി എന്ന് പറയുന്ന പട്ടണമുണ്ട്. രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. അതായത് ആ പോകുന്ന വഴിയുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയായിരിക്കും അതിൻ്റെ സ്പീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ എത്ര സമയം കൊണ്ടെത്തി? ഏകദേശം 20 അവേഴ്സ് കൊണ്ട് എത്തിയെന്ന് വിചാരിക്കുക. പോട്ടെ, 2 അവേഴ്സ് കൊണ്ട് എത്തിയെന്ന് വിചാരിക്കുക. ഏകദേശം 2 അവേഴ്സ് കൊണ്ട് എത്തിയെന്ന് വിചാരിക്കുക. 2 അവർ കൊണ്ട് എത്തിയെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും? 2 അവേഴ്സ് ഈക്വൽ ടു 50 കിലോമീറ്റർ പെർ അവർ. അതായത് പെർ അവറിൽ 50 കിലോമീറ്റർ എന്ന് പറയുന്ന രീതിയിൽ അത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്, അല്ല ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. യെസ്. ഇനി ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? എയിൽ നിന്ന് 2 പൊസിഷനുകൾ തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് അറിയണം, അതേപോലെ തന്നെ ടോട്ടൽ ടൈമും അറിയണം. ആണല്ലോ? ശരി. പോകുന്ന വഴിക്ക് ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് കുറച്ച് സ്റ്റോപ്പുകൾ ഉണ്ടെന്ന് വിചാരിച്ചു. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് പോയി ബിയിൽ നിന്ന് സിയിലേക്ക് തിരിച്ചു വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് പല സ്റ്റോപ്പുകളും ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ആണ്. ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 10 കിലോമീറ്റർ തന്നെയാണെന്ന് വിചാരിച്ചു. യെസ്, ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ ആണെന്ന് വിചാരിച്ചു. ഇതിനെടുത്തത് 2 മണിക്കൂറാണ്, ഇതിനെടുത്തത് 1 അവറാണ്, ഇതിനെടുത്തത് 1 അവറാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം അല്ലേ? ഇവിടെ നിന്ന് ഇവിടെ വരെ എയിൽ നിന്ന് ബിയിലേക്ക് പോകാനായിട്ട് 10 കിലോമീറ്റർ പ്ലസ് ബിയിൽ നിന്ന് സിയിലേക്ക് പോകാനായിട്ട് പിന്നെയും 10 കിലോമീറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ എത്ര? 2 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 അവേഴ്സ്. അപ്പോൾ എത്ര വരിക? 20 ഡിവൈഡഡ് ബൈ 3 കിലോമീറ്റർ പെർ അവർ. ക്ലിയർ അല്ലേ? 20/3 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും അതിൻ്റെ എന്തെന്ന് പറഞ്ഞു വരിക? യെസ്, സ്പീഡ് എന്ന് പറഞ്ഞു വരിക, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു വരിക. മനസ്സിലായല്ലോ? അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈമും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നിങ്ങളുടെ അടുക്ക ഇപ്പം ഇങ്ങനെ തന്നു എന്ന് വിചാരിക്കുക. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഒബ്ജക്റ്റ് പോകുന്നു, എന്നിട്ട് ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു ഒബ്ജക്റ്റ് പോകുന്നു. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് എയിൽ നിന്ന് ബിയിലേക്ക് പോകാനെടുത്ത സമയം 2 അവേഴ്സാണെന്ന് വിചാരിക്കുക.
ബിയിൽ നിന്ന് സിയിലേക്ക് എടുക്കാനെടുത്ത സമയം 1 ഹവറാണെന്ന് വിചാരിക്കുക. ഇത് പോയത് ഏകദേശം 10 km/hലാണെന്ന് വിചാരിക്കുക. ഇത് ഏകദേശം 20 km/hലാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആവറേജ് വെലോസിറ്റി എത്രയാണെന്നാണ് നിങ്ങളുടെ ചോദിച്ചേക്കണമെന്ന് വിചാരിക്കുക. പോയിന്റ് മനസ്സിലായ? ശരി. അപ്പോൾ നിങ്ങളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആദ്യം എയിൽ നിന്ന് ബിയിലേക്കുള്ള ടോട്ടൽ ടൈം നമുക്കറിയാം. എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും എടുക്കുന്ന ടോട്ടൽ ടൈം നമുക്കറിയാം. അത് 2 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഹവറാണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്ന സാധനത്തിനകത്ത് ടൈമിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്കറിയാം. 3 ഹവറാണെന്നുള്ളത് അറിയാം. ഇനി ഡിസ്റ്റൻസ് അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടു. ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 × 2 + 20 × 1 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരിക? 20 + 20 വിച്ച് ഈസ് ഈക്വൽ ടു 40 കിലോമീറ്റർ ആണല്ലോ. ആ 40 കിലോമീറ്റർ ഇവിടെ കൊടുക്കുക. ഇസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 3 km/h. മനസ്സിലായ? 40/3 km/h. അപ്പോൾ ഇതിനെ നമ്മൾ വേരിയബിൾസ് ആക്കിയിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ABC എന്ന് പറഞ്ഞ വേരിയബിൾസ് ആക്കിയിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എയിൽ നിന്ന് ബിയിലേക്ക് പോകാനെടുത്ത സമയം T1, ബിയിൽ നിന്ന് സിയിലേക്ക് പോകാനെടുത്ത സമയം T2, അതിൻ്റെ വെലോസിറ്റി V1, ഇതിൻ്റെ വെലോസിറ്റി V2. മനസ്സിലായ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: V1 T1 + V2 T2 ഹോൾ ഡിവൈഡഡ് ബൈ T1 + T2 ആവറേജ് വെലോസിറ്റി. ഓക്കെ, യെസ്. ഇനി ആവറേജ് വെലോസിറ്റി വെൻ ഡിസ്റ്റൻസാണ് തന്നതെന്നുണ്ടെങ്കിൽ വിചാരിക്കുക. ഇപ്പോൾ നമ്മളെന്താ കണ്ടേ? സമയം തന്നിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് പോകാനും ബിയിൽ നിന്ന് സിയിലേക്ക് പോകാനുള്ള സമയം തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മൾ ചെയ്തത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു. അതെങ്ങനെയാണ്? V1 T1. ഇനി ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതെങ്ങനെ? V2 T2 ഹോൾ ഡിവൈഡഡ് ബൈ T1 + T2. മനസ്സിലായല്ലോ? ഇനി ആവറേജ് വെലോസിറ്റി ഓഫ് ടൈം ഡിസ്റ്റൻസിന് അതേപോലെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആവറേജ് വെലോസിറ്റി കാണും? നോക്കിക്കോ. എവിടെ നിന്ന് തുടങ്ങി? എയിൽ നിന്ന് BC, ABC. ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വരണേ? അത് എത്രയാണ്? 10 കിലോമീറ്ററാണെന്ന് വിചാരിച്ചു. ആ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് 10 km/hലാണെന്ന് വിചാരിച്ചു. ഇനി അടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 കിലോമീറ്ററാണെന്ന് വിചാരിച്ചു. അത് ട്രാവൽ ചെയ്ത് 20 km/hലാണെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതെത്രയാണ്? 10 + 20 വിച്ച് ഈസ് ഈക്വൽ ടു 30 ഹോൾ ഡിവൈഡഡ് ബൈ ടൈമല്ല ഇനി കണ്ടുപിടിക്കേണ്ടേ? 10/10 1, 20/20 1, 30/2 വിച്ച് ഈസ് ഈക്വൽ ടു 15 km/h. മനസ്സിലായല്ലോ? അപ്പോൾ ആവറേജ് വെലോസിറ്റി ഓഫ് ഡിസ്റ്റൻസ് അത് എത്രയാണെന്ന് പറഞ്ഞിട്ട് വരും? 15 km/h. ഇനി നിങ്ങൾ ഇതിനെ D1 ഉം D2 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ D1 T1 D2 T2 എന്ന് പറഞ്ഞിട്ട് എടുത്തേ. D1 T1 D2 T2 സോറി. ഇനി ഇതിനെ നിങ്ങൾ എന്തെന്ന് പറഞ്ഞിട്ട് എടുത്തേ? ഈ ഡിസ്റ്റൻസ് D1, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D2, ഇതിൻ്റെ വെലോസിറ്റി V1, ഇതിൻ്റെ വെലോസിറ്റി V2 എന്ന് പറഞ്ഞിട്ട് എടുത്തേ. ഇത് നോക്കി ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അല്ലേ? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? D1 + D2 ഹോൾ ഡിവൈഡഡ് ബൈ ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കുള്ള ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. എയിൽ നിന്ന് ബിയിലേക്കുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? D1 ഡിവൈഡ് ബൈ V1. അതുപോലെ എയിൽ നിന്ന് സിയിലേക്കുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ D2 ഡിവൈഡ് ബൈ V2. അപ്പോൾ എത്ര വരിക? D1 / V1 + D2 / V2. D1 / V1 + D2 / V2. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നുകൂടി എടുത്ത് എഴുതുകയാണ്. ആവറേജ് വെലോസിറ്റി വെൻ ടൈം തന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റി എത്രയാണെന്നുള്ളത് V1 T1 + V2 T2 ഹോൾ ഡിവൈഡഡ് ബൈ T1 + T2. ഇനി ഡിസ്റ്റൻസ് തന്നെയെന്നുണ്ടെങ്കിൽ D1 + D2 ഡിവൈഡഡ് ബൈ D1 / V1 + D2 / V2.
ഡിസ്റ്റൻസ് സെയിം ആണെന്നുണ്ടെങ്കിലോ 2d ഡിവൈഡഡ് ബൈ d/v1 പ്ലസ് d ഡിവൈഡഡ് ബൈ v2. ടൈം സെയിം ആണെന്നുണ്ടെങ്കിലോ എടാ എയിൽ നിന്ന് ബിയിൽ നിന്ന് സിയിലേക്ക് പോകാനെടുത്തത് ഇവിടെ ഞാൻ ആദ്യം എത്ര പറഞ്ഞത് 2 അവറും പിന്നെ അതേപോലെ തന്നെ 1 അവർ എന്നല്ലേ പറഞ്ഞ്. അതിന് പകരം 2 സെയിം അവറാണ് എന്നുണ്ടെങ്കിൽ ടൈം ഇവിടെ സെയിം അല്ലേ. ടൈം സെയിം ആണെന്നുണ്ടെങ്കിൽ 2 എനിക്ക് ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ പോരെ. 2 ഈക്വൽ ടു T1 ഈക്വൽ ടു T2 ഈക്വൽ ടു ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ എത്രയായിരിക്കും വരിക v1t പ്ലസ് v2t ഹോൾ ഡിവൈഡഡ് ബൈ 2t വിച്ച് ഈസ് ഈക്വൽ ടു v1 പ്ലസ് v2 ഡിവൈഡഡ് ബൈ 2. ഇപ്പുറത്തെ കേസിലാണെന്നുണ്ടെങ്കിലോ ഡിസ്റ്റൻസ് സെയിം ആണെന്ന് വിചാരിച്ചോ. ഡിസ്റ്റൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ 2d ഡിവൈഡഡ് ബൈ d കോമൺ ആണ്. അപ്പോൾ എത്രയാണ് വരുന്നത് 1/v1 പ്ലസ് 1/v2. ഡിയും ഡിയും വീട്ടിൽ പോയി. അപ്പോൾ എത്ര വരിക 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഡിസ്റ്റൻസ് ആവറേജിൽ സ്പീഡും നമ്മൾ കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ ടൈം ആവറേജിൽ സ്പീഡും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വരാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ്. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്പീഡോമീറ്ററിൽ കാണിക്കുന്ന സാധനം എന്തുവാ? ആവറേജ് സ്പീഡാണോ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണോ? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ്. ഒരു സിനാരിയോ ഞാൻ പറയട്ടെ. ഇപ്പം നിങ്ങൾ കോഴിക്കോട് എവിടെ നിന്നാ എരഞ്ഞിപ്പാലത്ത് നിന്ന് അരയടുത്ത് പാലത്തേക്ക് പോകാമെന്ന് വിചാരിക്കുക. അരയടുത്ത് പാലം എവിടെയാണെന്നറിയില്ലേ? ഇപ്പോൾ ഈ എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ നിന്ന് അരയടുത്ത് പാലത്തേക്ക് പോകാമെന്ന് വിചാരിക്കുക. ഏകദേശം എത്ര ഉണ്ട്? 1 കിലോമീറ്റർ പോട്ടെ, ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട്. 2 കിലോമീറ്റർ ദൂരമുണ്ട്. അതിന് നിങ്ങൾ എത്ര എടുത്തു? ഒരു അരമണിക്കൂർ സമയം എടുത്തു എന്ന് വിചാരിക്കുക. അരമണിക്കൂർ, ഹാഫ് അവർ സമയം എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്പീഡ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അരമണിക്കൂർ സമയം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീഡ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആവറേജ് വെലോസിറ്റി വിൽ ബി ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 1/2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 4 km/h. കിട്ടിയ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ എത്ര സ്പീഡ് നിങ്ങൾക്ക് കിട്ടും. അത് ആവറേജ് സ്പീഡ് എന്നും പറഞ്ഞിട്ട് 4 km/h എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടി. അതിൽ വലിയ തെറ്റൊന്നുമില്ല, ശരി, സമ്മതിച്ചു. ഇനി നിങ്ങളുടെ അടുക്ക ചോദിക്കുകയാണ്, ഞാനിപ്പോൾ ഏകദേശം 15ാമത്തെ സെക്കൻഡിലുള്ള എൻ്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ എത്ര അരമണിക്കൂറല്ലേ പറഞ്ഞു? 15 minutes, അതായത് 1/4 അവറിൽ ഉള്ള എൻ്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഉത്തരം പറയാം? അപ്പോൾ പോട്ടെ, ഞാനിപ്പം പോകുന്ന വഴിക്ക് ഇപ്പം നിങ്ങൾ കുറേ കട അങ്ങനെ ഉണ്ട്, തൊട്ടപ്പുറത്ത് ബാബൽമന്തി എത്തിയെന്ന് വിചാരിക്കുക. അവിടെ എത്തുന്ന സമയത്ത് നിങ്ങളുടെ സ്പീഡ് എത്രയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക? 4 km/h എന്ന് പറയുമോ? 4 km/h എന്ന് പറയുമോ? 4 km/h ഞാൻ പോയിക്കൊണ്ടിരുന്നതെന്ന് നിങ്ങൾ എന്നോട് പറയുമെന്ന്. കാരണം എരഞ്ഞിപ്പാലത്ത് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ വരെ കൊണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇടയിൽ വെച്ചിട്ട് വല്ലവന്മാർ വഴിയിൽ ഞാൻ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബ്രേക്ക് പിടിക്കണം, അപ്പോൾ സ്പീഡ് കുറയും. അപ്പോൾ 4 km/h എയിൽ നിന്ന്, അതായത് എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ അരയടുത്ത് പാലം ജംഗ്ഷൻ വരെ ഒരേ സ്പീഡിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കാൻ പറ്റുമോ ബൈക്കിൽ പോവുകയാണെങ്കിൽ? ഇടയിലൊരുത്തൻ കുറുകെ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് പിടിക്കണ്ടേ? ഇനി അതേപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? സ്പീഡ് കൂട്ടണ്ടേ? സ്പീഡ് കൂട്ടണമെങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കണ്ടേ? അപ്പോൾ സ്പീഡ് കൂടില്ലേ? ഇനി അതേപോലെ തന്നെ അരയടുത്ത് പാലം എത്താണെന്നുണ്ടെങ്കിൽ ജംഗ്ഷൻ എത്തിയ സമയത്ത് ട്രാഫിക് പോലീസ് കൈ കാണിച്ചു, അപ്പോൾ നിങ്ങൾ ബ്രേക്ക് പിടിച്ചു, സ്പീഡ് കുറച്ചു, പിന്നെയും പോയി. അപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ട്രാവൽ ജേണി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പീഡ് എന്തല്ല, കോൺസ്റ്റൻ്റ് അല്ല. മനസ്സിലായ? അരയടുത്ത് പാലത്തു നിന്ന് അവിടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ട്രാവൽ ജേണി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ത് കോൺസ്റ്റൻ്റ് അല്ല? സ്പീഡ് കോൺസ്റ്റൻ്റ് അല്ല, അത് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ഒരു സെനാരിയോയിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഏതൊക്കെ സമയത്താണ് എന്തൊക്കെ സ്പീഡാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായ? ഇന്ന സമയത്ത് എത്രയൊക്കെ സ്പീഡ് ഉണ്ടെന്ന് പറയാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റൂല. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ഇൻ്റർവെല്ലിനെ ചെറുതാക്കണം. മനസ്സിലായ? എടാ, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? എരഞ്ഞിപ്പാലത്ത് നിന്ന് അരയടുത്ത് പാലത്തേക്ക് പോകണമെന്ന് വിചാരിക്കുക. ആ അരയടുത്ത് പാലത്തേക്ക് പോകാനായിട്ട് 2 കിലോമീറ്റർ ദൂരം ഞാൻ സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക. അതിനെനിക്ക് എടുത്തത് അരമണിക്കൂറാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ സ്പീഡ് എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ അര വിച്ച് ഈസ് ഈക്വൽ ടു 4 km/h അല്ലേ?
ഇപ്പോൾ സ്പീഡോമീറ്റർ നോക്കണ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ, അതായത് ബാബുൽ മന്തി എത്തുന്ന സമയത്ത് സ്പീഡോമീറ്റർ അവൻ നോക്കി കഴിഞ്ഞാലല്ല അവൻ്റെ അന്നേരത്തെ സ്പീഡ് അവന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അരയെടുത്ത് പാലത്ത് അല്ലാന്നുണ്ടെങ്കിൽ ബാബുൽ മന്തി എത്തുന്ന സമയത്തുള്ള സ്പീഡ് അറിയാൻ പറ്റുമോ? അവനൊരു ഏകദേശ വാല്യൂ അല്ലേ പറയണേ. ഏകദേശം 4 km/h പോയിട്ടുണ്ടാവാം എന്നല്ലേ പറയണേ. അപ്പം കറക്റ്റ് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ബാബുൽ മന്തി എത്തുന്ന സമയത്തുള്ള സ്പീഡോമീറ്ററിന് നീ നോക്കേണ്ടി വരും. മനസ്സിലായ കറക്റ്റ് സ്പീഡ് അറിയണമെന്നുണ്ടെങ്കിൽ ബാബുൽ മന്തി എത്തുന്ന സമയത്തുള്ള സ്പീഡോമീറ്റർ നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബാബുൽ മന്തി എത്തുന്നതിന് തൊട്ട് മുമ്പ് നീ സ്പീഡോമീറ്റർ നോക്കി, ബാബുൽ മന്തി കഴിഞ്ഞതിന് ശേഷം നീ കണ്ണെടുത്തു. അപ്പോൾ ആ ടൈം ഇൻ്റർവെല്ല്, ആ നോക്കണ ടൈം ഇൻ്റർവെല്ല് ഏത് ഗ്യാപ്പിനകത്തേക്ക് ചുരുങ്ങുകയാണ്? ബാബുൽ മന്തി എത്തണേക്കാട്ടും മുമ്പ് എത്തിക്കഴിഞ്ഞതിന് ശേഷം ടൈം ഇൻ്റർവെല്ല് ചെറുതാവല്ലേ. അപ്പോൾ ഈ ആവറേജ് വെലോസിറ്റിയുടെ ടൈം ഇൻ്റർവെല്ല് ഓൾമോസ്റ്റ് 10:0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ്. അതിനെ നമ്മൾ ഓൾമോസ്റ്റ് വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ്. അതായത് ബാബുൽ മന്തി എത്തുന്നതിനേക്കാട്ടിലും തൊട്ട് മുമ്പുള്ള ഡിസ്റ്റൻസ് എത്ര, ബാബുൽ മന്തി പോയതിന് ശേഷമുള്ള ഡിസ്റ്റൻസ് എത്ര ഡിവൈഡ് ബൈ ബാബുൽ മന്തി എത്തുന്നതിനേക്കാട്ടിലും മുമ്പുള്ള സമയം എത്ര. മനസ്സിലായ? ബാബുൽ മന്തി കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ എത്ര, ഡിസ്റ്റൻസ് എത്ര. ഇനി ബാബുൽ മന്തി എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഡിസ്റ്റൻസിൽ നിന്ന് കുറച്ചിട്ട് എന്ത് ചെയ്യുന്നു? ബാബുൽ മന്തിക്ക് ശേഷമുള്ള ടൈം എത്ര, അതിന് തൊട്ട് മുമ്പുള്ള ടൈം എത്ര ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്മോൾ ടൈം ഇൻ്റർവെല്ലുള്ള വാല്യൂ നീ ആവറേജ് വെലോസിറ്റിയുടെ വാല്യൂ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. മനസ്സിലായ? അപ്പോൾ ആ ചെറിയ ഗ്യാപ്പിലുള്ള സ്പീഡിനെ നീ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. വെൻ ആവറേജ് വെലോസിറ്റിയുടെ ടേം, അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിൻ്റെ വാല്യൂ എന്താ വരിക? ലിമിറ്റ് Δx → 0, Δx ഡിവൈഡഡ് ബൈ Δt → 0, Δx ഡിവൈഡഡ് ബൈ Δt = dx ഡിവൈഡഡ് ബൈ dt. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. മനസ്സിലായ? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്ന സാധനം അതാണ്. ഇനി നിങ്ങൾ നോക്കിയെടുത്തോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? ചേഞ്ച് ഇൻ പൊസിഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് ചേഞ്ച് ഇൻ പൊസിഷൻ. അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷനെ നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക? Δx which is equal to x2 - x1. അതിൻ്റെ പൊസിഷൻ എത്രയാണ്? ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ T2 - T1. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത്? ആവറേജ് വെലോസിറ്റി. അപ്പോൾ രണ്ട് പൊസിഷനുകൾ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വെലോസിറ്റി കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഡിസ്റ്റൻസിൻ്റെ കേസിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഇതിനും എന്തുണ്ട്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? ലിമിറ്റ് Δt → 0, Δx ഡിവൈഡഡ് ബൈ Δt = ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. മനസ്സിലായല്ലോ? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഒരു ഒബ്ജക്റ്റ് വിത്തൗട്ട് ചേഞ്ച് ഇൻ ഡയറക്ഷൻ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ, വിത്തൗട്ട് ചേഞ്ച് ഇൻ ഡയറക്ഷൻ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ കൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ, മനസ്സിലായല്ലോ? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ വിത്തൗട്ട് ചേഞ്ച് ഇൻ ഡയറക്ഷൻ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. മനസ്സിലായല്ലോ? കണ്ടീഷൻ ഞാൻ പറയുന്ന കണ്ടീഷൻ ഇതാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ മാത്രം ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിനെ നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എടുക്കാം? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് എടുക്കാം. രണ്ടും സെയിം ആയിരിക്കും.
ആ കണ്ടീഷനാണ് നമ്മൾ ഏതിനകത്ത് പഠിക്കുന്നത്, ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്, അഥവാ ഏതെന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഓക്കെ യെസ്.